ദൈവനാമത്തിന് മഹത്വം. ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മളോട് ഇങ്ങനെ ഇടപെടുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 53 അധ്യായം അതിന്റെ 9 വാക്യം. അവൻ സാഹസം ഒന്നും ചെയ്യാതെയും അവന്റെ വായിൽ വഞ്ചനയൊന്നും ഇല്ലാതെ ഇരുന്നിട്ടും അവർ അവന് ദുഷ്ടന്മാരോടുകൂടെ ശവക്കുഴി കൊടുത്തു. അവന്റെ മരണത്തിൽ അവർ സമ്പന്നന്മാരോടുകൂടെ ആയിരുന്നു. ഈ നല്ല പ്രഭാതത്തിൽ ദൈവവചനം നമ്മെ ഉപദേശിക്കുന്നത് വാസ്തവമായി ദൈവിക ദർശനത്തോടുകൂടി മുൻപോട്ട് പോകുന്ന ഓരോ ദൈവപൈതലിനെ പിന്തുടരുന്ന ഈ ലോകത്തിന്റെ വഞ്ചനയും ഈ ലോകത്തിന്റെ പ്രതികൂലവും ഈ ലോകത്തിലെ ദുഷ്ടന്മാരുടെ ചിന്താഗതിയും പലപ്പോഴും അവനെ ആത്മീകമായി തളർത്തുവാൻ സാധ്യതയുണ്ട്. എന്നാൽ കാൽവറിയിൽ തകർക്കപ്പെട്ട ക്രിസ്തുയേശുവിൽ വ്യാപരിച്ച അതേ ദൈവിക സാന്നിധ്യവും അതേ അനുഗ്രഹവും നൽകുവാൻ തക്കവണ്ണം സ്വർഗം നമ്മെ കുറിച്ചും ആഗ്രഹിക്കുകയാണ്. ആകയാൽ നാം മൗനമായിരിക്കുക, ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക. അനുഭവിക്കുന്ന പ്രതികൂലത്തിന് നടുവിൽ ഭാരപ്പെടുവാനോ അനുഭവിക്കുന്ന പ്രതികൂലത്തിന് നടുവിൽ നിരാശപ്പെടുവാനോ അല്ല, പിന്നെയോ ദൈവിക ശ്രേഷ്ഠതയുടെ വിടുതലിന്റെ മുമ്പിൽ വിദൂരമല്ലാതെ വെളിപ്പെടുന്ന ദിനങ്ങൾ മുമ്പിൽ ഉണ്ടെന്നുള്ള ആ വലിയ പ്രത്യാശയോടെയും വിശ്വാസത്തോടെയും മുൻപോട്ട് കാൽച്ചുവരെടുത്തു വെപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും നിന്റെ ദാസനെ പകൽക്കാലം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വിടുതൽ വ്യാപരിപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമീൻ, ആമീൻ, ആമീൻ.